ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ആഹ്ലാദപൂർവം അനുഗ്രഹീതരായി ജീവിക്കുവാനുള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്തവനാണവൻ. വ്യാകുലതകളുടെ, ആകുലതകളുടെ, പ്രയാസങ്ങളുടെ, കഷ്ടപ്പാടുകളുടെ നടുവിൽ നമുക്ക് തണലായി, നമുക്ക് താങ്ങായി അവനുണ്ട്. നിന്റെ രോഗങ്ങളെ വഹിക്കുന്നവനാണ് ദൈവം, നിന്റെ ഭാരങ്ങളെ വഹിക്കുന്നവനാണ് ദൈവം. ആ ഒരു തിരിച്ചറിവിൽ ക്രിസ്തുവിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കും, സംശയമില്ല. നമ്മെ സ്നേഹിച്ച്, നമ്മെ ആശ്ലേഷിച്ച് അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ നമുക്ക് പൂർണ്ണമായും സമർപ്പിക്കാം. രോഗികൾക്ക് നല്ല വൈദ്യനാകും യേശുവേ ഇന്ന് തുടങ്ങുന്ന ഗാനത്തിൽ നമുക്കിന്ന് ആരംഭിക്കാം. ശാന്തമായി സഹിച്ചു മാനം നൊന്തെനിക്കായി. ശാലയാം അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ. യേശുവിൻ കൈ എൻ ശിരസിൻ മേലിരിക്കുന്നു, എന്നെ യേശു ആശ്ലേഷിച്ചിടുന്നു തൻ വലങ്കയ്യാൽ. രോഗികൾക്കു പല രോഗികൾ തൻ നാമത്തിൽ
കടന്നു വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ച് കാൽവരിയുടെ മുകളിൽ യാഗമായി മാറിയവനാണ് നമ്മുടെ നാഥൻ. തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലധികമായ സ്നേഹമില്ല എന്ന് താൻ നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല, നമുക്ക് വേണ്ടി കാൽവരിയുടെ മുകളിൽ യാഗമായി തീർന്നതോടുകൂടി അത് സത്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്, നമുക്ക് വേണ്ടിയാണ് അവൻ ഉയർത്തത്, നമുക്ക് വേണ്ടിയാണ് അവൻ ഇന്നും ജീവിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നുവെന്ന് ധരിച്ച ഒരു വലിയ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ഇനിയും വരുമെന്ന്. എന്നെയും നിങ്ങളെയും കൂട്ടിച്ചേർക്കാനുള്ള രണ്ടാമത്തെ വരവ്. അവൻ്റെ ആ വരവ് മഹാ അത്ഭുതമായി കണ്ടുകൊണ്ട് ആ വരവിനോടൊപ്പം നമ്മളും കൂട്ടിച്ചേർക്കപ്പെടട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി ഒരു സ്തോത്രഗാനമായി ഇവിടെ ആലപിക്കുന്നു, മഹാത്ഭുതനെ. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. ആദിയുഗങ്ങൾ തുടസമായതിൻ മുൻപേ, ആദിയുഗങ്ങൾ തുടസമായതിൻ മുൻപേ, ആദിപരാ പാപികളെ ഓർത്ത നിന്നൻപേ, ആദിപരാ പാപികളെ ഓർത്ത നിന്നൻപേ. ആശ്രയമതാണെനിക്കുള്ള ആശയിൽ കുമ്പേ, ദിവ്യകാരുണ്യക്കാമ്പേ. ആശ്രയമതാണെനിക്കുള്ള ആശയിൽ കുമ്പേ, ദിവ്യകാരുണ്യക്കാമ്പേ. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം. വേദനപ്പെടും മനുജനായവതാരം, വേദനപ്പെടും മനുജനായവതാരം. മേതുര മനോഹരൻ നീ ചെയ്തതിൻ സാരം, മേതുര മനോഹരൻ നീ ചെയ്തതിൻ സാരം. ആരറിയുന്ന അതിശയമേ നിന്നുപകാരം, തവ സ്നേഹമപാരം. ആരറിയുന്ന അതിശയമേ നിന്നുപകാരം, തവ സ്നേഹമപാരം.
മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. തിരുസഭയെ തന്നിണത്താൽ വാങ്ങുകയെന്നോ, തിരുസഭയെ തന്നിണത്താൽ വാങ്ങുകയെന്നോ, തിരുഹിതത്തിൻ നിർണയങ്ങളീ വിധമെന്നോ, തിരുഹിതത്തിൻ നിർണയങ്ങളീ വിധമെന്നോ, തിരുഹൃദയമേഴകൾക്കായി തകരുകയെന്നോ, ദൈവം കൈവിടുകെന്നോ, തിരുഹൃദയമേഴകൾക്കായി തകരുകയെന്നോ, ദൈവം കൈവിടുകെന്നോ. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. സ്വർഗസുഖമണുവളവും അനുഭവമാക്കാം, സ്വർഗസുഖം അണുവളവും അനുഭവമാക്കാം. യോഗ്യതയിൽ അഗതി എനിക്കൽപ്പവുമോർക്കിൽ, യോഗ്യതയിൽ അഗതി എനിക്കൽപ്പവുമോർക്കിൽ. ഭാഗ്യവശാൽ പാപിയാം ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാം ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം, മഹാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സ്നേഹം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. മഹോന്നതൻ വഹിച്ചിടുന്നു ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. ലോകത്തിൻ ശാപം, സർവ്വലോകത്തിൻ ശാപം. ലോകത്തിൻ പാപം, സർവ്വലോകത്തിൻ ശാപം. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തവനാണ് നമ്മുടെ നാഥൻ. ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ഉറ്റ സ്നേഹിതനായി നമ്മോട് കൂടെ നടക്കുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന വാത്സല്യവാനായ ദൈവം. ഇടയൻ തൻ്റെ ആടുകളെ മാറോട് ചേർത്ത് നടത്തുന്നത് പോലെ കുഞ്ഞാടുകളെ ചേർത്ത് പിടിക്കുകയും തള്ളയാടുകളെ സ്നേഹപൂർവ്വം നയിക്കുകയും ചെയ്യുന്നത് പോലെ യേശു നമ്മെ നയിക്കുന്നു. അവനോട് ചേർന്ന് നിന്ന് അവൻ്റെ ചൂടനുഭവിച്ച് ഞാനും നിങ്ങളും ജീവിക്കുവാൻ തയ്യാറാകണം. ഞാനിനി അനാഥനല്ല എന്ന ചിന്തയും അതിനോടനുബന്ധിച്ചുള്ള ജീവിതശൈലിയും നമുക്ക് ആവശ്യമാണ്. എന്നെ താങ്ങി നടത്തുന്ന ഒരു ഇടയൻ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുവാൻ ഇടയാകും. അവൻ്റെ
ബലമേറിയ കരങ്ങൾ നമ്മെ പരിപാലിക്കുന്നു, നമ്മെ വഴി നടത്തുന്നു. അടുത്ത ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു: ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ എന്ന്. ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ, ഒരിക്കലും പിരിഞ്ഞു പോയിടാത്തൊരുറ്റ സ്നേഹിതൻ, ശരിക്കു സൽപ്രബോധനങ്ങൾ തന്നു താങ്ങിടുന്നവൻ, തനിക്കു തുല്യനില്ല ഭൂവിൽ അന്യനെത്ര നല്ലവൻ, തനിക്കു തുല്യനില്ല ഭൂവിൽ അന്യനെത്ര നല്ലവൻ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിരിച്ചു വേർതിരിക്കുവാൻ കഴിഞ്ഞിട, വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയന്നിടാ, വിരുദ്ധമായി വരുന്നതൊന്നുമേതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. അനാഥയല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ, അനാഥയല്ല ഞാനിനി അനുഗ്രഹാവകാശിയാ, അനാദിനിർണയപ്രകാരം എന്നെയും വിളിക്കയ, വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ, വിനാശമില്ലെനിക്കിനി അനാമയം വസിച്ചിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചു ഹാ, ഇത്ര ശ്രേഷ്ഠനാഥൻ എൻ്റെ മിത്രമായി ഭവിച്ചു ഹാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. കഷ്ടതകളിലും പ്രയാസങ്ങളിലും നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തെ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് TK സാമുവൽ എഴുതിയ ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. സങ്കീർത്തനത്തിൽ ചോദിക്കുന്നുണ്ട്: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. യഹോവയെങ്കിലുള്ള പ്രത്യാശയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം. ഇന്ന് നാം കേട്ട എല്ലാ ഗാനങ്ങളും
ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.